ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ദിജ എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ദിജ, യഥാർത്ഥ പേരല്ല. എങ്കിലും എൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛനാണ് ഈ കാര്യങ്ങൾക്ക് എല്ലാം കാരണം. ഞാൻ വീട്ടിലെ ഇളയ മകളാണ്. എനിക്കൊരു ചേച്ചിയുമുണ്ട്. സാമ്പത്തികമായി ഒരു ആവറേജ് ചുറ്റുപാട് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അച്ഛന് ഒരു കടയായിരുന്നു, പിന്നീട് 2 കടയിട്ടു. പക്ഷേ ഒരു കടയിൽ നല്ല ലോസ് വന്നു. ഒരു കടയുള്ളത് കൊണ്ട് മാത്രം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. പിന്നെ ചേച്ചി +2 കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിന് പോയി. അവളെക്കൊണ്ട് വീട്ടിൽ നല്ല ഗുണമുണ്ടാകുമെന്നായിരുന്നു എൻ്റെ അച്ഛൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ സംഭവിച്ചത്, അവൾ നേഴ്സിംഗ് പഠിക്കുമ്പോൾ ഒരാളുമായി ഇഷ്ടത്തിലായി. നേഴ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ തന്നെ അയാളുമായി ഒളിച്ചോടി പോവുകയും ചെയ്തു മാഡം. അവർ വേറൊരു രാജ്യത്ത് പിന്നീട് സെറ്റിലാകുകയും ചെയ്തു. അച്ഛൻ എത്ര പറഞ്ഞിട്ടും അവൾ തിരിച്ചു വന്നില്ല, പണവും അയച്ചു തന്നില്ല. അതോടുകൂടി അച്ഛൻ വല്ലാത്ത ഡെസ്പായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിന് തൊട്ട് പിന്നാലെയാണ് ഞാനും +2 കഴിഞ്ഞത്. അമ്മയ്ക്ക് എന്നെ നേഴ്സിങ്ങിന് വിടാനായിരുന്നു താല്പര്യം. പക്ഷേ അച്ഛന് താല്പര്യമില്ല. ഇവളും ശരിയാകില്ല, ഒളിച്ചോടിപ്പോകും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നേഴ്സിങ്ങിന് പോകാൻ ഒട്ടും താല്പര്യമില്ല. രോഗികളെ ശുശ്രൂഷിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഡിഗ്രി എടുത്തിട്ട് പിന്നീട് MSW പഠിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞു. അച്ഛൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായി ഒന്നും അറിയില്ലെങ്കിലും ഓക്കെ, നീ ആദ്യം ഡിഗ്രി പഠിക്കാൻ പറഞ്ഞു. ഡിഗ്രിക്ക് വിട്ടപ്പോഴേ എന്നോട് പറഞ്ഞു, ആരോടെങ്കിലും പ്രേമമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക, നല്ലതാണെങ്കിൽ നടത്തിത്തരാം, ദയവേത് ഒളിച്ചോടി പോകരുതേ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ വാൺ ചെയ്ത് വിട്ടതുകൊണ്ട് മാഡം, എനിക്ക് പുരുഷന്മാരുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല. ആരെങ്കിലും പ്രേമിക്കാൻ വന്നാൽ തന്നെ എനിക്ക് വെറുപ്പും പ്രശ്നങ്ങളും ഒക്കെയാണ്. എനിക്ക് ഒന്നും താല്പര്യമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചി കാണാൻ അത്ര സുന്ദരിയൊന്നുമല്ല. അമ്മയുടെയും അച്ഛൻ്റെ സൗന്ദര്യമെല്ലാം എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ മുഖമാണ് എൻ്റെ ചേച്ചിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ചേച്ചി പോയതിലും അത്ര ദുഃഖിതനല്ല. എന്നോട് പറയും, ശരിക്കും എൻ്റെ മോള് നീയാണ്. സൗന്ദര്യപരമായി നോക്കിയാലും നിൻ്റെ ചേച്ചിയേക്കാൾ ഒരു പടി മുന്നിലാണ് നീ. അതുകൊണ്ട് ആണുങ്ങളൊക്കെ നിൻ്റെ പുറകെ നടക്കും. നീ ഒന്നിലും വീഴരുത്. നിനക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ട് ഞാൻ തന്നെ നല്ലൊരു ചെക്കനെ കല്യാണം കഴിപ്പിച്ചു തരാം എന്നൊക്കെ പറയും. ഞാൻ അതിന് തലയാട്ടും. കാര്യം എൻ്റെ മനസ്സിൽ വേറെ മോഹങ്ങളൊന്നുമില്ലായിരുന്നു മാഡം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഡിഗ്രി പൂർത്തീകരിച്ചു. പക്ഷേ അപ്പോഴേക്കും എനിക്കൊരു വിവാഹാലോചന വന്നു. അതും എൻ്റെ സൗന്ദര്യം കണ്ട് ഞങ്ങളുടെ ഒരു ബന്ധു കൊണ്ടുവന്നതാണ്. വലിയ ജോലിയുള്ളൊരു പയ്യൻ, വലിയ പണക്കാരായ ഫാമിലി. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, നീ ഇനി പഠിക്കാനൊന്നും പോകണ്ട. അവൻ പഠിക്കാൻ വിടുകയാണെങ്കിൽ പഠിച്ചാൽ മതി. നിനക്ക് ജോലിയുടെ ഒന്നും ആവശ്യമില്ല. അത്രയും വലിയ പണക്കാരാണ്. അവരുടെ വീട്ടിലേക്ക് നീ ഒന്ന് കെട്ടിച്ചെല്ലുന്നത് നിൻ്റെ ഭാഗ്യം, ലോട്ടറിയാണെന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനും ആവേശം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? 22ാമത്തെ വയസ്സിലാണ് മാഡം എൻ്റെ കല്യാണം നടന്നത്. ഭർത്താവ് അതീവ സുന്ദരൻ, നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി, ലക്ഷങ്ങളുടെ വരുമാനം, വീട്, കാറ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ലോകത്തു നിന്ന് വലിയൊരു മാന്ത്രിക ലോകത്തിലേക്ക് പോയതുപോലെയായി ഞാൻ. എൻ്റെ ഹസ്ബൻഡിന് എന്നോട് വലിയ സ്നേഹവും ആവേശവുമാണ്. ആദ്യത്തെ 1 വർഷം വളരെ മനോഹരമായിരുന്നു. നീ ഒരു കൊച്ചു പെണ്ണാണെന്നും ഇപ്പോഴൊന്നും നമുക്ക് കുട്ടികൾ വേണ്ടെന്നും പറഞ്ഞ് ഡോക്ടറെ കണ്ട് എല്ലാ സംവിധാനങ്ങളും പുള്ളി ചെയ്തു വെച്ചിരുന്നു. എനിക്കും അത് സന്തോഷം തന്നെ. ഉടനെ തന്നെ പ്രസവിക്കാനൊന്നും എനിക്കും താല്പര്യമില്ലായിരുന്നു. ഇതിനിടയ്ക്കാണ് ബിസിനസ് ചെയ്യുന്ന ഭർത്താവിൻ്റെ ചേച്ചിയും പിന്നെ അളിയനും കൂടെ നാട്ടിൽ വന്ന് സെറ്റിലായത്. അവർ ദുബായിലായിരുന്നു. നാത്തൂൻ എന്നോട് കല്യാണ സമയത്തെ വലിയ സ്നേഹമായിരുന്നു. വീടിൻ്റെ അവിടുന്ന് 1/2 കിലോമീറ്റർ മാറിയാണ് അവരുടെ താമസം. അവരും വലിയ സെറ്റപ്പിൽ തന്നെയാണ്. 2 മക്കളുണ്ട്. അവർ 2 പേരും ഹോസ്റ്റലിലാണ്. വലിയ ആഡംബരത്തോടുകൂടിയുള്ള ജീവിതം. 2 പേരെയും കണ്ടാലും അതീവ ഗ്ലാമറാണ്. സിനിമാ നടന്മാരെ നടിമാരെ പോലെയാണ് അവർ ദേഹവും മുഖവും സൗന്ദര്യവും ഒക്കെ ശ്രദ്ധിക്കുന്നത്. എന്തായാലും നാത്തൂൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീയോടുള്ളത് എനിക്ക് ആശ്വാസമാണ്. ചേട്ടൻ്റെ ബിസിനസ്സില്ലേ, അവിടെ മാസത്തിൽ 5 6 പാർട്ടിയാണ്. അദ്ദേഹത്തിനൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരിടത്ത് നിൽക്കേണ്ടി വരും. നീ ഇപ്പോൾ ഉള്ളത് കൊണ്ട് എനിക്ക് നിന്നെയും കൂട്ടി ഇടയ്ക്കിടയ്ക്ക് പോകാമല്ലോ എന്ന്. അമ്മായിമ്മ ഒരു പാവമാണ്. അമ്മായിമ്മ അനുകൂലിച്ചു. ശരിയാ മോളെ, എടി നീ ഒരുങ്ങി കിട്ടിപ്പോകുമ്പോഴേക്കും കാണാനൊരു ചന്തമുണ്ട്. ഞങ്ങളുടെ മറ്റ് ബന്ധുക്കളെയൊന്നും ഇവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവരുടെ സ്റ്റാൻഡേർഡിന് അതിന് പറ്റില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാനൊന്നൊരുങ്ങിപ്പോയേനെ എന്ന് പറഞ്ഞ് അമ്മായിമ്മ ചിരിച്ചു. എന്തായാലും ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി നല്ലതാണ്, ചേച്ചിക്കിടയ്ക്കിടയ്ക്ക് പാർട്ടി വരും ആഴ്ചയിലൊന്നൊക്കെ. അതിന് നീ കൂടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ചേച്ചി നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. സേഫാണ്. അതുമാത്രമല്ല ഇഷ്ടംപോലെ വിഭവങ്ങളൊക്കെ നിനക്ക് രുചിച്ച് നോക്കാം.
പാർട്ടി കൾച്ചറൊക്കെ നിനക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളിനി വിദേശത്തോ മറ്റോ പോയി സെറ്റിലാകുകയാണെങ്കിൽ അത് ഇപ്പോഴൊരു ട്രെയിനിങ് ആകട്ടെ. ചേച്ചി വിളിച്ചെടുത്ത് പോയിക്കോളെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ആണെങ്കിൽ വീക്കെൻഡിൽ മാത്രമേ വരികയുള്ളൂ. ചേട്ടൻ വരില്ലേ പാർട്ടിക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി വന്നില്ലേ, ഇനിയിപ്പോൾ ഞാനുള്ളപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അങ്ങനെയാണ് ചേച്ചിയുടെ കൂടെ അണിഞ്ഞൊരുങ്ങി ഞാൻ ആദ്യത്തെ പാർട്ടിക്ക് പോയത്. ചേച്ചി തന്നെയാണ് എനിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് തന്നത്. എന്നെ അതീവ സുന്ദരിയായി ചേച്ചിയും ചേട്ടനും കൂടിയാണ് പാർട്ടിക്ക് ചെന്നത്. അവിടെ ചെന്ന് ഇത്തിരിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി മാഡം, എല്ലാവരും 4 കാലിലാണ്. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് മോന്തുകയാണ്. ആണിനും പെണ്ണിനും ഒന്നും കാല് നിലത്തുറക്കുന്നില്ല. എൻ്റെ നാത്തൂൻ്റെ ഭർത്താവില്ലേ മാഡം, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറേ പെണ്ണുങ്ങളുടെ കൂടെ പോയിരുന്ന് എന്തൊക്കെയോ പറയുന്നു. നാത്തൂനാണെങ്കിൽ ആദ്യമൊക്കെ എൻ്റെ കൂടെ ഇരുന്നു. കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഭാവം മാറി. എനിക്ക് തന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുടിച്ചില്ല, എനിക്ക് പേടിയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും നാത്തൂനും ഒരു ചെറുപ്പക്കാരനും കൂടി എൻ്റെ അടുത്ത് വന്നിരുന്നു. നാത്തൂൻ എന്നെ പരിചയപ്പെടുത്തി. ഇവള് സുന്ദരിയില്ലെന്ന് ചോദിച്ചു. കൂടെ ഉണ്ടായിരുന്ന അതീവ സുന്ദരനായ ആൾ പറഞ്ഞു, ആഹാ നല്ല സുന്ദരി, നാത്തൂനാണോ? കണ്ടാൽ ഏതോ സീരിയൽ നടിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒന്ന് മൃദുവായി ചിരിച്ചു. ആ സമയത്ത് അയാൾ എൻ്റെ നാത്തൂൻ്റെ തോളിൽ കൂടെ കൈയിട്ട് ചില കുസൃതകൾ കാണിക്കുകയായിരുന്നു. നാത്തൂനാണെങ്കിൽ അത് ആസ്വദിക്കുന്നുണ്ട്. എനിക്കും അവർ മദ്യം പകർന്നു നൽകി. ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ലെന്ന്. അയാൾ നിർബന്ധിച്ചു. അതൊന്നും സാരമില്ല, ഒരു 2-3 പെഗ് അടിച്ചിടന്നും നമുക്ക് ഒന്നുമാകില്ല, ഒരു രസം മാത്രമേ തോന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാനത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും തലച്ചോറിൽ എന്തോ ഒരു പെരുപ്പ് പോലെ തോന്നി. ഞാൻ അവരെ നോക്കിയിരുന്നു. അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ്. അതിർത്തി കടന്ന് രേഖ വരയ്ക്കുന്നത് പോലെ അങ്ങയുടെ കൈവിരലുകൾ നീളുകയാണ്. എൻ്റെ നാത്തൂനതൊന്നും ഒരു പ്രശ്നവുമില്ല, അവർ ആസ്വദിക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അയാൾ അവിടെ പോപ്പോ തുടങ്ങി. എനിക്ക് ആ സമയത്ത് നാണക്കേടല്ല, വേറെന്തോ ഒരു അത്ഭുതം പോലെയാണ് തോന്നിയത്. അപ്പോഴേക്കും എൻ്റെ നാത്തൂൻ എൻ്റെ നേർക്ക് നോക്കി ചിരിച്ചു. ഇതൊക്കെ ഇവിടെ കോമൺ ആണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവെന്നൊന്നുമില്ല. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കുറച്ചു നേരം നമുക്ക് ചെലവിടാം. അതിനാണല്ലോ പാർട്ടിക്ക് വരുന്നത്. അല്ലാതെ എപ്പോഴും ഭർത്താവിൻ്റെയും ഭാര്യയുടെ മോന്ത കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെന്ന്. ഇതിനിടയ്ക്ക് പലതും കഴിക്കാനുണ്ടായിരുന്നു. കഴിച്ചു. ഇടയ്ക്ക് അവർ തന്നു കഴിഞ്ഞപ്പോഴേക്കും പാനീയങ്ങളൊന്നും വേണ്ടാന്ന് പറയാനും എനിക്കായില്ലേ മാഡം. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഫിറ്റായി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് തല കറങ്ങുമെന്ന്. അതിത്തിരി തല കറങ്ങും, കുഴപ്പമില്ല, നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ എല്ലാവർക്കും റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത റൂമിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നാത്തൂൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നെ കട്ടിൽ കിടത്തി. എടീ നിനക്കില്ലേ ഇത്തിരി അടിച്ചപ്പോഴേക്കും ഇത്രയും ഫിറ്റായി, ആദ്യമായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഒരു 3-4 പെഗ് അടിച്ചെന്ന് പറഞ്ഞാലും പതുക്കെ നീ എൻ്റെ കൂട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്ക പറയുമെന്ന്. പിന്നെ നിൻ്റെ ചേട്ടൻ ഇതിനേക്കാൾ വലിയ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. അവന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ അവൻ നേരത്തെ വന്നിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞു. ആ സമയത്തും എൻ്റെ ബുദ്ധി ഉണർന്നിരുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചു, അല്ല ചേട്ടൻ വരുമ്പോൾ മറ്റു പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ അടുപ്പമുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ചേച്ചി പൊട്ടിച്ചുകൊണ്ട് പറയുകയാണ്, പിന്നെ ഇല്ലാതിരിക്കുമോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം എക്സ്ചേഞ്ച് പ്രോഗ്രാം അല്ലേ മോളെ. ഇവിടെ വരുന്നത് തന്നെ ഇങ്ങനെ ഇഷ്ടമുള്ള പാർട്ട്നേഴ്സിനെ കണ്ടെത്താനല്ലേ. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. നാട്ടുപുറത്തുള്ള പെൺകുട്ടി എന്നുള്ള ഭാവം കളയുക. നമ്മളൊക്കെ കോർപ്പറേറ്റ് ആൾക്കാരാണ് എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും കഥകിൽ മുട്ടുകേട്ടു. ഞാൻ ഓർത്തു അളിയനായിരിക്കുമെന്ന്. പക്ഷേ മുമ്പിൽ ചേച്ചിയോടെ കണ്ട ചെറുപ്പക്കാരനാണ്. അയാൾ വന്ന് എൻ്റെ അടുത്തിരുന്നു. ചേച്ചിയും കട്ടിലിൽ കിടന്നു. അയാൾ ചേച്ചിയോട് കഥകളൊക്കെ പറയുകയാണ്. അതിനിടയ്ക്ക് അയാൾ എൻ്റെ കാൽപാദങ്ങളെടുത്ത് പതുക്കെ മസാജ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കാല് വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അവന് റിഫ്ലെക്സോളജി അറിയാവുന്നവനാണ്, അതുകൊണ്ടാണ് നിൻ്റെ കാല് മസാജ് ചെയ്യുന്നത്, നിനക്ക് നല്ല രസമായിരിക്കും. നാത്തൂൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കാൻ പറ്റിയ ഒരവസ്ഥയിലായിരുന്നില്ല ഞാൻ. അപ്പോൾ അയാൾ റിഫ്ലെക്സോളജിയാണെന്ന് പറഞ്ഞിട്ട് നന്നായി തിരുമാൻ തുടങ്ങി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചേച്ചിയോട് സംസാരിച്ചു കൊണ്ട് തന്നെ അയാൾ അതിർത്തിയിൽ ഭൂപടം വരച്ച് മുകളിലേക്ക് പോകാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ പ്രതിഷേധിക്കണമെന്നുണ്ടായിരുന്നു. ചേച്ചി അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ ഹെൽത്തി മസാജാണ്, നിൻ്റെ ഹെൽത്ത് നന്നാകും എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അയാൾ
ഇളനീർ കരിക്കിൻ കുടങ്ങൾ പാകമായോ എന്ന് നോക്കാൻ തുടങ്ങി. ചേച്ചി അതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അയാൾ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല, പക്ഷെ ചേച്ചിയോട് സംസാരിക്കുന്നുണ്ട്. ചേച്ചി ഏറെ കണ്ടിട്ടെന്നെ നോക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു പെരുപ്പ് പോലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഞാൻ ശക്തിയായി പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി എൻ്റെ കാതിനോട് ചേർന്ന് വന്നിട്ട് പറഞ്ഞു, മോളെ റിലാക്സ് ആകൂ, ഒരു റിലാക്സേഷൻ നിനക്ക് വേണ്ടേ? ഇപ്പോൾ 1 വർഷം കഴിഞ്ഞില്ലേ, ഭർത്താവിനെ മാത്രം ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി വേണമെന്ന്. അതുകൊണ്ട് മോളെ ഒരു പ്രശ്നവുമില്ല, ഇവനെനിക്ക് നേരത്തെ അറിയാം. ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് മോൾക്കും ഉപകാരപ്പെടും. മോള് റിലാക്സ് ആകൂ എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എങ്കിലും ചേച്ചി എന്നെ അടുത്ത് വന്ന് കാതിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഒന്നുമില്ല, മോൾക്ക് രസമായിട്ടേ തോന്നുകയുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയാണ് എല്ലാം മാറ്റി മാറ്റി അങ്ങേരെ സഹായിച്ചത്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അയാൾ ചെയ്ത പ്രവൃത്തി എന്നെ വല്ലാതെ മാറ്റിയെടുത്തു. കാര്യം എൻ്റെ ഭർത്താവിന് അത്തരം കാര്യങ്ങൾ വലിയ ഇഷ്ടമല്ല. 1-2 വട്ടമൊക്കെ ഓക്കെ, അല്ലാതെ എന്നെ സ്നേഹിക്കാൻ അങ്ങേർക്ക് മുഖം താഴ്ത്താൻ ഇത്തിരി പാടാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല. തുടക്കം തന്നെ മുഖം താഴ്ത്തി എന്നെ അയാൾ ഏതൻ തോട്ടത്തിലേക്ക് പിടിച്ചു വലിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഹസ്ബൻഡിനെ പോലെ തന്നെ എനിക്ക് തോന്നാൻ തുടങ്ങി. എൻ്റെ സിരകളിലെ ലഹരിയായിരിക്കാം അങ്ങനെ. പക്ഷേ ചേച്ചി ഒത്തിരി സഹായിച്ചു. ചില സമയത്ത് ഫോഴ്സ്ഫുള്ളി ചേച്ചി പുറകിൽ നിന്ന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സപ്പോർട്ട് കുലുക്കലൊക്കെ ചേച്ചി ഒത്തിരി ആസ്വദിച്ചെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ. കുറ്റബോധം അത് കഴിഞ്ഞിട്ടാണ് എനിക്കുണ്ടായത്. അപ്പോൾ ചേച്ചി പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, നടന്നൊന്നും ആരോടും പറയണ്ട, ഇതൊക്കെ പാർട്ടിയിൽ ചിലപ്പോൾ നടക്കും. നിൻ്റെ ഭർത്താവ് വന്നെന്ന് പറഞ്ഞാലും അങ്ങനെയാണ്. അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇങ്ങനെയൊക്കെയുണ്ട്. അവനും ഇതുപോലൊക്കെ തന്നെ, അല്ലാതെ അവൻ നിന്നെ പൂജിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നെന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാർട്ടി കൾച്ചർ അറിയൂ എന്ന് പറഞ്ഞത് ഇതാണോ? അപ്പോൾ ഹസ്ബൻഡിനോട് ഈ കാര്യം പറയണോ എന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒന്നും മിണ്ടേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം ഉള്ളിൽ ഇതൊക്കെ തന്നെയാണെന്ന്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് അവിടെ എന്താ നടന്നതെന്ന് എന്നോട് ചോദിച്ചു. അവസാനം പുള്ളി എന്നെ കൊണ്ടിത് പറയിപ്പിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വരണം. എനിക്ക് ചില ബന്ധങ്ങളൊക്കെയുണ്ട്, ഫ്രണ്ട്സുണ്ട്, എല്ലാവരുമായിട്ടും ഒന്നിച്ച് തിരുവാതിര സ്റ്റെപ്പുകൾ നീ വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും 1 പറ്റുമെങ്കിൽ 9 പറ്റും എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് അദ്ദേഹം എന്നെ ഇടയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകും മാഡം. അവരുടെ കൂട്ടത്തിൽ എനിക്ക് പെടേണ്ടി വന്നു. ഒരു വട്ടം 4 പേരിലുള്ള ഒരു ഗ്രൂപ്പിലാണ് ഞാൻ അകപ്പെട്ടത്. അന്ന് ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെങ്ങോട്ടോ എന്നെ ഇട്ടിട്ട് പോകുപോലും ചെയ്തു. പക്ഷേ അന്ന് എനിക്ക് ഒട്ടും ആസ്വദിക്കാൻ പറ്റിയില്ല. കാര്യം 4 പേരുണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് കഠിനമായൊരു പരീക്ഷണമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അവശയായിപ്പോയി. ഇനി നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയായിരിക്കും എൻ്റെ ജീവിതമെന്ന് എനിക്ക് തോന്നിപ്പോയി മാഡം. ലഹരി എന്നെ വിട്ടുമാറി കഴിഞ്ഞപ്പോഴേക്കും എന്തോ എനിക്ക് വീട്ടിലേക്ക് പോകണം തോന്നി. ഹസ്ബൻഡിനെ പിണക്കാതെ ഞാൻ വീട്ടിൽ പോയി നിന്നു. ഹസ്ബൻഡിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, അമ്മയ്ക്ക് വയ്യ, ഞാൻ 2-3 ആഴ്ചത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് നടക്കാൻ പോലും വയ്യായിരുന്നു. അമ്മയോർത്ത് ഞാൻ ഗർഭിണിയോ മറ്റോ ആണ്, ഛർദ്ദിച്ച് ക്ഷീണമാണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയല്ലായിരുന്നു. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്നോട് ചോദിച്ചു, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, നിൻ്റെ മുഖം കണ്ടാൽ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു പുള്ളി വാത്സല്യത്തോടെ എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ തുറന്നങ്ങ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വല്ലാതായി. പുള്ളി പറഞ്ഞു, എനിക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്, ബിസിനസ് രംഗത്തുള്ളത് കൊണ്ട് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം മോളെ. എങ്കിലും അവൻ ഇങ്ങനെയായിരുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, നാത്തൂനെ അങ്ങേരെ പറഞ്ഞു വിട്ടതാണ് എന്നെ ഇറക്കാൻ വേണ്ടിയിട്ട്. എന്നെ വെച്ച് അങ്ങേർക്ക് എന്തൊക്കെയോ പ്ലാനുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, എടി നിൻ്റെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തത് നമ്മുടെ കടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ തീർക്കാൻ വന്ന ആളാണെന്നാണ്. അവൻ ആദ്യമൊക്കെ അത് ഓഫർ ചെയ്യുകയും ചെയ്തു. പക്ഷെ മോളെ, നിന്നെ കെട്ടിച്ചു വിട്ട കടമുണ്ടെന്നല്ലാതെ അവൻ എനിക്ക് പണം തന്നിട്ടേ ഇല്ല. സുന്ദരിയായ ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഓഫറുകൾ എനിക്ക് തന്നിരുന്നു. അതുകൊണ്ടാണ് മോളെ നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. എല്ലാം അച്ഛൻ
അച്ഛൻ്റെ തെറ്റാണ്. അവനിപ്പോൾ നിന്നെ തെറ്റായ മാർഗത്തിലേക്ക് വിടുകയാണല്ലോ. അവന് പ്രയോജനം കാണുമായിരിക്കും. നമുക്കെന്താ പ്രയോജനം? അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ മാത്രം തിരിച്ചു പോയാൽ മതി, ഇല്ലെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, പോകണ്ട. കാര്യം ഹസ്ബൻഡ് അത് മിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാനെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഞാൻ വശം കിട്ടു. അധികമായാൽ അമൃതം വിഷമെന്നാണല്ലോ മാഡം. അതുകൊണ്ട് ഞാൻ പോയില്ല. അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അച്ഛൻ പറഞ്ഞു ഇനി മോളെ വിടുന്നില്ല, ഡൈവോഴ്സ് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു തീരുമാനമായി. ഇനിയിപ്പോൾ എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യചിഹ്നം. കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. ലക്ഷറി ജീവിതമുണ്ടായിരുന്നു. പക്ഷേ പണമൊന്നും അച്ഛൻ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയതുമില്ല. എനിക്കാണെങ്കിൽ ജോലിയുമില്ല. ഒരു 6 മാസം അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. അച്ഛനും അമ്മയും എൻ്റെ കാര്യമോർത്ത് ഒത്തിരി വിഷമിച്ചു. എന്നാലും ഈ ഒരു കാര്യത്തിന് വിടില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ അമ്മയ്ക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എൻ്റെ ഭർത്താവ് കൊഴുതാത്തവനാണ് എന്ന് മാത്രമേ അറിയൂ. ഇത്രയും കാര്യങ്ങൾ അറിയില്ല. അമ്മ ഒരു ദിവസം കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ കുഞ്ഞമ്മയുടെ ഹസ്ബൻഡ് ആശുപത്രിയിലാണ്. കുട്ടികളെയൊക്കെ നോക്കണം, അതിനുവേണ്ടി പോയതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രിയിൽ ഒരു 10 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നത്. ഞാൻ നോക്കുമ്പോൾ മദ്യപിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു പാർട്ടി ഉണ്ടായിരുന്നു മോളെ, അതുകൊണ്ട് കുടിച്ചതാണെന്നും. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ സെൻറ്റിമെൻറ്റ്സ് തുടങ്ങി. എന്നാലും നിനക്കിങ്ങനെ ആയല്ലോ, മൂത്ത മകൾ പോയല്ലോ, നീ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചല്ലോ, ഭർത്താവിൽ നിന്ന് നിനക്ക് സ്നേഹം കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, എല്ലാം എൻ്റെ വിധിയാണ്, ഞാൻ ഇനി ജോലിക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ്റെ ഭാവം പെട്ടെന്ന് മാറി. ഇനിയിപ്പം നീ എന്ത് ജോലിക്ക് പോകാനാണ്? സത്യം പറഞ്ഞാൽ നിൻ്റെ സൗന്ദര്യത്തിൽ വലിയൊരു ജോലി ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അമ്പരപ്പോടുകൂടി അച്ഛനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അച്ഛൻ ഇനി പ്ലാനും പദ്ധതികളും എല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണെന്ന്. എന്തായാലും നിൻ്റെ ഭർത്താവിനോട് പോയി കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് കുറേ സംഗമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒരു പരിധിവരെ നിനക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു അച്ഛാ എന്ന് വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാലും നീ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ. ഇഷ്ടമായില്ലെന്ന് പറയരുത്, മനുഷ്യനല്ലേ, ഇഷ്ടമാകും. പക്ഷേ വർക്ക് ലോഡ് കൂടി ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയപ്പോഴാണ് നിനക്ക് ഓക്കെ അല്ലാതായത്. ബാക്കി ഒരാളൊക്കെ ആയിരുന്നെങ്കിൽ നിനക്ക് ചിലപ്പോൾ അവരോട് ഇഷ്ടവും അത് പിന്തുടർന്ന് പോയേനെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാര്യം വലിയ വലിയ ആൾക്കാർ, സൗന്ദര്യമുള്ളവർ, അവരോട് ഇഷ്ടക്കുറവ് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അച്ഛൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ എങ്കിൽ പിന്നെ ഞാൻ ആ വഴിക്കൊന്ന് ശ്രമിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഒരാൾ, അതും മോൾക്ക് ഇഷ്ടപ്പെടുന്ന വലിയ വലിയ ആളുകളിൽ ഒരാൾ, അവരെ മോൾ ഇവിടെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അവർക്ക് വേണ്ടി 3-4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു പാർട്ടി നൈറ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വരാൻ പോകുന്നത് ലക്ഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആയിരങ്ങളായിരിക്കാം. നമുക്ക് നമ്മുടെ കടം തീർക്കാം. പിന്നെ മോൾക്കുള്ളതെടുത്തു, അച്ഛനും കുറച്ച്, എന്നിട്ട് നമുക്ക് നന്നായി ജീവിക്കാം. ഞാൻ പറഞ്ഞു ഒരച്ഛനിത് പറയാൻ പാടില്ലെന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറയുകയാണ് അതിപ്പോൾ എന്ത് ചെയ്യാനാണ്, മോള് പറയേണ്ടാത്ത കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു, കാര്യങ്ങൾ അറിയുകയും ചെയ്തു. അതിൽ നിന്ന് മോൾക്കിതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. പരിധി ഉയർന്നാൽ മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റാതെയുള്ളൂ, അല്ലെങ്കിൽ നീയും അച്ഛനെ വെല്ലുന്ന ഒരു ബിസിനസ്സുകാരി തന്നെ എന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെയായി. അപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞു നിനക്ക് പറ്റും, അച്ഛനെ നീ അനുസരിക്കുമെന്ന്. അവസാനം ഞാൻ പറഞ്ഞു എല്ലാം അച്ഛൻ്റെ ഇഷ്ടം പോലെയെന്ന്. പിന്നെ അച്ഛൻ ഭാവം മാറുകയായിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നോട് വേറെ രീതിയിൽ പെരുമാറാൻ തുടങ്ങി. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അച്ഛന് മോളുടെ മേൽ നല്ലൊരു അധികാരം വേണമെന്ന് പറഞ്ഞു. അധികാര പരിധികൾ താണ്ടുകയായിരുന്നു. എൻ്റെ മനസ്സിൽ ഇഷ്ടക്കേടായിരുന്നു. പക്ഷേ അച്ഛൻ ഉച്ചത്തിൽ എന്നെ ആശ്വസിപ്പിച്ചു. എങ്കിലും എന്തോ മറ്റുള്ള പല ബന്ധങ്ങളും കടന്നു വന്നവളാണ് ഞാൻ. എങ്കിലും എനിക്ക് ഒരു സ്പെഷ്യാലിറ്റി തോന്നിപ്പോയി. കാര്യം അവരെക്കാളൊക്കെ എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ അച്ഛൻ എന്നോട് കാണിച്ച വാത്സല്യത്തിൽ എനിക്ക് തോന്നിപ്പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ മുന്നും പിന്നും എല്ലാം ഞാൻ മറന്നു. ബന്ധവും സ്വന്തവും ഞാൻ മറന്നുപോയി. എനിക്ക് യാത്ര ചെയ്യാനുള്ള ഒരു പാത മാത്രമായി അത്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ലാത്തതാണ്, അങ്ങേയറ്റം ഓക്കെ ആയിരുന്നു. അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ
അച്ഛനും ഞാനും കൂടി യാത്രകൾ തുടങ്ങി. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ പേരിലായിരുന്നു കാര്യങ്ങളൊക്കെ. പല ഇൻ്റർവ്യൂകളും ഞങ്ങൾക്ക് ലാഭങ്ങൾ നേടിത്തന്നു. അവസാനം അമ്മയ്ക്ക് സംശയമായി. അച്ഛനും ഞാനും തമ്മിലുള്ള അടിയൊഴുക്കുകളൊന്നും അമ്മയ്ക്കറിയില്ലെങ്കിലും കാര്യങ്ങൾ ഇതാണെന്ന് അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി. പണം പൂത്ത നോട്ടുകെട്ടുകളായി വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെയും ഭാവം മാറി. അമ്മയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം അമ്മ കഴിഞ്ഞ മാസമാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ആദ്യം ഇത്തിരി വഴക്കുണ്ടാക്കിയെങ്കിലും അമ്മ പറയുന്നത്, അച്ഛൻ്റെ ഒരു മേൽനോട്ടം എല്ലാറ്റിലും ഉണ്ടല്ലോ, അപ്പോൾ ഒരു പ്രശ്നവുമില്ലെന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ജീവിക്കാൻ ശ്രമിച്ച ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ചില സമയത്ത് ഞാൻ കുറ്റബോധത്തോടുകൂടി ഓർക്കും, അച്ഛനാണല്ലോ ഇതിന് കാരണക്കാരനെന്ന്. പക്ഷേ അദ്ദേഹത്തെ വെറുക്കാൻ പറ്റുന്നില്ല. അമ്മയാണെങ്കിലും ഇപ്പോൾ വേറൊരു സ്വഭാവം സ്വീകരിച്ചു. മാഡം, പണമുണ്ടാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. കാര്യം ഞങ്ങളുടെ ചേച്ചി ഇപ്പോൾ നാട്ടിൽ വലിയൊരു 3 നില കെട്ടിടം വെച്ചു. ഇവർക്കും ആ ഒരു ലെവലിലേക്ക് ഉയരണം. അതുകൊണ്ട് തന്നെ എല്ലാം മറന്ന് മുന്നേറുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ എങ്ങനെയാകും ജീവിതമെന്ന് എനിക്കറിയില്ല. ചില സമയത്ത് എനിക്ക് കുറ്റബോധം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാഡത്തിന് ഒരു മെയിൽ അയക്കുന്നത്. ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാനാണ് മാഡം? ഇത് വായിച്ചിട്ട് എന്നെ 2 പറഞ്ഞാലും അത് കേൾക്കാൻ മനസ്സോടു കൂടിയാണ് ഞാൻ എഴുതുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരാളുടെ അനുഭവം പറഞ്ഞു കേട്ടിട്ട് മറുപടി പറയുമ്പോൾ എൻ്റേതായ ശരിയും തെറ്റുകളും ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇത് ഒട്ടും അനുകൂലിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ്. ഒരിക്കലും ഇങ്ങനെ ആകരുതായിരുന്നു. ഒരു ജോലിയോ പഠിത്തത്തിനനുസരിച്ച് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ പോവുക. അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെ പോകേണ്ടതിന് പകരം എന്താണ് കാണിച്ചു വച്ചിരിക്കുന്നത്? ഒരു രീതിയിലും പണത്തിന് വേണ്ടി മനുഷ്യൻ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളെ എനിക്ക് അനുകൂലിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്ക് ബന്ധമോ സ്വന്തമോ ഒന്നും നോക്കാതെ പണത്തിന് വേണ്ടി, അതും സൗന്ദര്യമുള്ളപ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനും ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതിനൊരു ഉത്തരം പറയാൻ എനിക്കില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റി നിങ്ങൾ നല്ല ജീവിതത്തിലേക്ക് വന്ന് അച്ഛനെ അച്ഛനായും അമ്മയെ അമ്മയായും കണ്ട് നിങ്ങൾ നല്ലൊരു ജോലിയോ നല്ലൊരു ഭർത്താവിനെയോ നല്ലൊരു കുടുംബിനെയോ ആയി മാറിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് മാറാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഐഡിയ എന്ന് എനിക്കറിയില്ല. കുറ്റബോധം കൊണ്ട് മാത്രം കാര്യമില്ല. കുറ്റബോധം വന്നു കഴിഞ്ഞാൽ അത് തിരുത്താൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും വേണം. ഇതിപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ മാറുകയോ തിരുത്തുകയോ ഒന്നും ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പിന്നെ കുറ്റബോധം കൊണ്ട് എന്താ കാര്യം? ഇതൊക്കെ ചുമ്മാ ഒരു കഥയായിട്ട് എനിക്ക് വായിക്കാം, കേൾക്കുന്നവർക്ക് എന്നെയും തെറി വിളിക്കാം, നിങ്ങളെയും തെറി വിളിക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറണമെങ്കിൽ ആത്മാർത്ഥമായി ശ്രമിച്ച് മാറുക എന്നുള്ളതല്ലാതെ എനിക്കിതിന് മറുപടി ഒന്നും പറയാനില്ല.